ഞാനിവിടെ ഒരു സാധനം വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും ഏട്ടൻ പുറത്ത് പോകുമ്പോൾ ആഗ്രഹമൊന്നും പറയാറില്ല. പക്ഷേ ഇന്ന് ഞാനൊരു ആഗ്രഹം പറഞ്ഞു, ഒരു പിസ്സ മേടിക്കാൻ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡൊമിനോസും അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിസ്സ അങ്ങനത്തെ പിസ്സയൊന്നും അല്ല. നമ്മൾ ലോക്കലായിട്ട് ഇവിടെ കടകളിൽ ഈ തട്ടുകടയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന പിസ്സ കേട്ടോ. അപ്പം ഞാനത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല ചിലപ്പോൾ കൊണ്ടുവരുമോന്നും. ഏട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂട്ടി നേരാക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ സ്കൂട്ടിയൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തായാലും സ്കൂട്ടിയൊന്നും എടുത്ത് ഓടിക്കാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴേ ഞാൻ വല്ലപ്പോഴും ആട്ടോ എടുത്ത് ഓടിക്കുക. അതും പുറത്തോട്ടൊന്നും ഞാൻ അങ്ങനെ കൊണ്ടുപോയി നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് പേടിയാട്ടോ, സത്യമായിട്ട് എനിക്ക് പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാലാ ഭാഗത്തുനിന്ന് വണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെയുള്ളവരാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണും മൂക്കും ഇല്ലാത്ത പോലെയാണ് ഓടിക്കുക. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ എടുത്തിട്ട് പോയിട്ടില്ല. എടുത്തിട്ട് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ പോസിറ്റീവായിട്ടുള്ള മറുപടി അല്ല പറഞ്ഞെങ്കിലും പിന്നെ വരുമ്പോൾ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കൊണ്ടുവന്ന് നോക്കിക്കഴിയുമ്പം ക്രീമും അതുപോലത്തെ ആ ഒരു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ഇത് പനീറിൻ്റെ പിസ്സ ആയിരുന്നു കേട്ടോ. അപ്പോൾ പനീർ ഇതിനകത്തുണ്ട്, പിന്നെ എന്തൊക്കെയോ പേരറിയാത്ത കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ സൈഡിലോട്ട് മറിഞ്ഞു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വീണ്ടും അതിനകത്തോട്ട് കയറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് നോവലിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എന്ന് വെച്ചാൽ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന പിസ്സ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡൊമിനോസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതും കഴിച്ചിട്ടുണ്ട്, ഇതും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. മോശം പറയാനൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഒക്കെ തന്നെ ആട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബീറ്ററൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ക്രീമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും മോൻ ആദ്യമായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്ക് മോൻ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവൻ കഴിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും സിദ്ധുക്കുട്ടൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാമല്ലോ.